ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസോ റീൽസോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൻഡിങ്ങിലേക്ക് വരും എന്നുള്ളൊരു കാര്യം ആനമണ്ടത്തരമാണെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ തൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീഡിയോ ഒരു ഹൈ ക്വാളിറ്റിയിൽ കണ്ടാലായിരിക്കും അവർക്കൊരു സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോനെ ഹൈ ക്വാളിറ്റി കാണണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു വീഡിയോയും ഏതൊരു ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഹൈ ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കും. ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന റീൽസ് മാക്സിമം ഹയസ്റ്റ് ക്വാളിറ്റിയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ് ഒരു മൊബൈൽ ഫോൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ക്യാമറ ആയിരിക്കാം, അതിലെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ എടുക്കുന്ന ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇപ്പോഴും ഐഫോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അതിലേക്ക് 4K ചേഞ്ച് ചെയ്യാതെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ എടുത്തേക്കുന്ന ഒരു വീഡിയോ ഒരു 4K നമ്മളൊരു വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു, അതിനെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ CapCutലേക്ക് കൊണ്ടുവന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു, അത്യാവശ്യം കളർ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്ക് കൊടുക്കേണ്ട എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ CapCutൽ നിന്ന് തന്നെ ചോദിക്കും. CapCutൽ മാത്രമല്ല ഏതൊരു ആപ്ലിക്കേഷനിലും ചോദിക്കും. നമ്മൾ ബെറ്റർ ക്വാളിറ്റി കിട്ടാൻ, അതായത് സൈസ് കൂടിക്കഴിഞ്ഞാൽ ബെറ്റർ ക്വാളിറ്റി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ ഇതെല്ലാം ഫുള്ള് കൊടുത്ത് ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ ഈ എടുത്തേക്കുന്ന ഒരു വീഡിയോനെ നമ്മൾ നേരെ കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ലോസ് ആവും. എന്താണ് ഇതിന് പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ 4K ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം 4K കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മളുടെ വീഡിയോനെ ഓൾറെഡി അതൊന്ന് കംപ്രസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മാക്സിമം ലോസ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ക്വാളിറ്റിയാണ് ഇൻസ്റ്റാഗ്രാം അവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസിനെ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ ഔട്ട്പുട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് അത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കംപ്രഷനും കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ ഈസി ആയിട്ട് അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യും. മാക്സിമം ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലേക്കാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഷ്യോയിലായിരിക്കും യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനേക്കാളും ഹയസ്റ്റ് ക്വാളിറ്റിയിൽ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബും ഈ പറഞ്ഞ പോലെയുള്ള കംപ്രഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അവിടെയും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നിങ്ങളുടെ വീഡിയോസിനെ ഹയസ്റ്റ് ക്വാളിറ്റിയിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്